ഹലോ നമസ്കാരമുണ്ട് എല്ലാവർക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് ഡ്രീം സോൺ വ്ളോഗ്സ്. നേരത്തെ കുട്ടൂസ് വ്ളോഗ് ആൻഡ് പാലക്കാരൻ എന്നായിരുന്നു. അത് ചേഞ്ച് ആക്കിയിട്ട് ഞാനിപ്പോൾ ഡ്രീം സോൺ വ്ളോഗ്സ് എന്നാക്കിയിട്ടുണ്ട്. എല്ലാവരും ആ ചാനലിലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരാളെനിക്ക് നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം കുറച്ച് ഉണക്കമീൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആ ഉണക്കമീൻ തിരണ്ടിയാണ് കേട്ടോ. നമ്മുടെ തിരണ്ടി മീൻ എങ്ങനെ കറി വെക്കാം, അപ്പോൾ അത് കറി വെക്കുമ്പോൾ അതെല്ലാം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം. ഞങ്ങൾ പ്രവാസികളൊക്കെ ചെറിയ ചെറിയ രീതിയിലാണ് കറി വെക്കലും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കണം. പിന്നെ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്കും ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ തിരണ്ടി മീൻ ഞാൻ കറക്റ്റ് നല്ല ഭംഗിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-2.5 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ ഇട്ട് ഉപ്പൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇനി പാചകത്തിലേക്ക് കടക്കാം. ഇത് കറി വെക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കി. നല്ല മീനാണ് കേട്ടോ. അതുണ്ടോ, നല്ല മീനാണ്. അപ്പോൾ എല്ലാവർക്കും കാണാമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കെന്നാൽ ഇനി കറി വെക്കാനുള്ള പരിപാടികൾ നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണിക്കാം. അപ്പോൾ ഇതാണ്ടേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ശകലം മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം അത് ലാസ്റ്റ് നമുക്കൊരു പരിപാടിയുണ്ട്. പിന്നെ ഇത് കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സവോളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി കിട്ടാത്തതുകൊണ്ടാണ് സവോള എടുത്തിരിക്കുന്നത്. സവോള ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കണ്ടോണം. പിന്നെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് അരച്ചെടുക്കാനും ഉണ്ട്. തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും കൂട്ടി അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ വേറെ മുളക് പൊടി, മല്ലിപ്പൊടി, മീൻ മസാല, ഫിഷ് മസാല അങ്ങനെയൊക്കെ വരാനുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനും റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇനി മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മീൻ ഒന്ന് മുളക് തിരുമ്മി വെക്കണം. അപ്പോൾ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തക്കാളി ഇട്ടാൽ മതി, ഒരുപാട് എടുക്കണ്ട. ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മല്ലിപ്പൊടി, ഒറിജിനൽ മല്ലി ഞാൻ പൊടിച്ചെടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ലേശം മുളക് പൊടിയുണ്ട്, ഒരു ഒന്നര സ്പൂണുണ്ട്. പിന്നെ ഒരു സ്പൂണ് മാത്രം മറ്റേ ഫിഷ് മസാല എടുത്തിട്ടുണ്ട്. അതുകൂടെ കൂട്ടിച്ചേർത്തിട്ട് വേണം നമുക്കിത് കറി വെക്കാനായിട്ട്, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു പാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ഒന്ന് ആദ്യം മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ച് സവോളയെല്ലാം കൂടെ ഒന്ന് മൂത്തൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കണം. ഉപ്പും മുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് തണുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാനതിനകത്ത് ഇപ്പം സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് മൂത്ത് വരണം. പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടേ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ കൂടുതലേക്ക് തന്നെ ഇടുകയാണ്. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇടുകയാണ്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഒന്നിച്ചെടുത്തിട്ട് ഓൺ ചെയ്യാനായിട്ട് അതൊന്ന് മൂത്ത് വരണം. നല്ല ടേസ്റ്റുള്ള മീനായിട്ട് കറി വരണം. നല്ല ടേസ്റ്റാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ രാവിലെ കുറച്ച് ഉണക്കക്കപ്പ കഴിച്ചായിരുന്നു. ഉണക്കക്കപ്പയും മീൻ കറിയും കൂടെ സൂപ്പറായിരിക്കും.
ഉണക്കപ്പം രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചതാണ്. എങ്കിലും അടുത്ത മീൻ കറി വെച്ച് കഴിയുമ്പോൾ അത് കൂട്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉണക്കപ്പമാണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഇരിക്കട്ടെ. ഇനി ഇത് നമ്മുടെ തക്കാളി ഇതൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൊടി ചേർക്കണം. ഇതിൻ്റെ അത്യാവശ്യം ഈ പൗഡറുകളിൽ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒന്നെടുക്കണം. അപ്പോൾ തൽക്കാലം അതിൻ്റെ കൂടി ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരുന്ന ഈ മുളക് പൊടി ഉണ്ടല്ലോ, മുളക് പൊടി, മീൻ മസാല, മല്ലിപ്പൊടി എല്ലാം കൂടെ ഞാനിപ്പോൾ ചേർക്കുകയാണ്. ചേർത്ത് ഇനി അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മൾ തന്നെയുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. അല്ല നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു വീഡിയോ റെക്കോർഡറൊന്നുമല്ല, യൂട്യൂബറൊന്നുമല്ല. ഒക്കെ തുടക്കത്തിലൊക്കെ ഇങ്ങനെയാണ്, ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് ഇളക്കി ലെവലാക്കണം. ഇത് ചെറിയ പാനായതുകൊണ്ട് ചിലപ്പം മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതാണ് നമ്മളിത് ഒന്ന് ഇളക്കി ലെവലാക്കി എടുക്കണം. അപ്പോൾ അല്ലേ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മാറ്റി വെക്കുകയാണ്. ഇനി ഇത് കുറച്ച് ചൂടാറിയിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ അടുത്തിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തൽക്കാലത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മീൻ കറി വെക്കാനായിട്ടുള്ള ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ചട്ടിയുടെ വലിപ്പം കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. കാരണം ചട്ടി നമുക്കൊക്കെ ഈ പ്രവാസികൾക്കൊക്കെ ചട്ടി ഇവിടെ എത്തിക്കുക, ഇങ്ങനെ മൺചട്ടികൾ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കാരണം ഈ ലഗേജിനകത്തൊക്കെ ഇട്ടിട്ട് പൊട്ടാതെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പോൾ അത് ചട്ടി വലുതായാലും കുഴപ്പമില്ല, ഞാനത് ചെറുതായിട്ട് ഉള്ളല്ലോ. പിന്നെ ഇത് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നാട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ കിട്ടുന്നതാണ്, എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഒരു 2 സ്പൂണ് 1.5 സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കണം. അപ്പം ലേശത്തിന് ഇട്ട് മതി കേട്ടോ. ലേശം കടുക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാനൊരു ലേശം ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. 2 കൂട്ടം കൂടെ ആണെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് കൂടുതലായിട്ട് വരുള്ളൂ. ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കണം. അപ്പം ലേശത്തിന് ഇട്ട് മതി കേട്ടോ. ലേശം കടുക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാനൊരു ലേശം ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. 2 കൂട്ടം കൂടെ ആണെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് കൂടുതലായിട്ട് വരുള്ളൂ. ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കണം. അപ്പം ലേശത്തിന് ഇട്ട് മതി കേട്ടോ. ലേശം കടുക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാനൊരു ലേശം ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. 2 കൂട്ടം കൂടെ ആണെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് കൂടുതലായിട്ട് വരുള്ളൂ. ഒന്ന് പൊട്ടി വരട്ടെ. അപ്പം ഞാൻ മിക്സിക്കകത്താക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ശകല തേങ്ങ ചേർത്തിട്ടുണ്ട്, ലേശം ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി തേങ്ങ ഇനി ചേർക്കാനുണ്ട്. അത് 2ാമത് അരച്ചിട്ടേ ചേർക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു ഇത് കൂടെ ഉണ്ട്, മറ്റേ എയർ ഫ്രയർ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യുന്നതാണ്. അത് ഇപ്പോൾ അത് ചെയ്യുന്നില്ല, അതിൻ്റെ അടപ്പാണ്. നമുക്ക് ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. മിക്സിക്കകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. നോൺ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെയാണ് ഞാനെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രൈ ചെയ്യുന്ന ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനുള്ള നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. അതെല്ലാം
ഒരു 1 by 1 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അരച്ചെടുത്തത് മസാല എല്ലാം കൂടെ അരച്ചെടുത്തത് ഞാനത് ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇളക്കി ഞാനത് ഒന്ന് ഇളക്കിയും കൊടുക്കണം. അപ്പോൾ ഒന്ന് മെൽറ്റായി വരണം. ഒന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ, അധികം ഇതാകണ്ട. വരയ്ക്കുന്നതൊക്കെ ഉണ്ട്, തീ കൂടുതലാണ്, തീ കുറച്ചു. ഇനി നമുക്ക് തേങ്ങയാണ് അരച്ച് ചേർക്കാനുള്ളത്. തേങ്ങ അല്പം വെള്ളം കൂടി ചേർക്കാനുണ്ട്. വെള്ളം ചേർത്തിട്ട് വേണം തേങ്ങ അരച്ച് ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൊപ്ര ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് അരയ്ക്കുകയാണ് ഇതിനെ. അപ്പോൾ തേങ്ങയും നമ്മൾ ആ ജാറിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതും ഇത് ലേശം വെള്ളം കൂടെ കൂട്ടി നിന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം അതുകൂടി ഈ കറിയിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒന്ന് തിളച്ചിക്കുന്നുണ്ട് ചെറുതായിട്ട്. ആ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും തേങ്ങയോടെ അരച്ച് ചേർക്കണം. തേങ്ങയോടെ അരച്ച് ചേർത്തതിന് ശേഷമാണ് നമുക്ക് ഫിഷ് തെരണ്ടി മീൻ ചേർക്കാനുള്ളത് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തേങ്ങയോടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഈ മസാല ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിലോട്ട് തേങ്ങയോടെ ചേർക്കുകയാണ്. തേങ്ങയോടെ ചേർത്തിട്ട് ഉണ്ടോ, ഈ അകത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു ലേശം വെള്ളം കൂട്ടിയിട്ട് ഒന്ന് കഴുകി അങ്ങോട്ട് ഒഴിച്ചാൽ അതോടെ കറക്റ്റായിട്ട് അങ്ങോട്ട് വീണോളും. ഉണ്ടോ, കറി നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിഷ് തെരണ്ടി മീൻ എടുക്കുക എന്നുള്ളതാണ്. അത് ഫിഷ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കഴുകി നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്ന മീനാണ്. അവനെ അങ്ങോട്ട് പറക്കി അങ്ങോട്ട് ഇടാം. തെരണ്ടി മീനായതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പ് കളഞ്ഞെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഉപ്പിടരുത് കറി വെക്കുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഓൾറെഡി മീനിനുണ്ട്, അത് നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനി ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് കറി, ഉണക്ക മീൻ കറി നല്ല സൂപ്പർ കറിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് കറി, ഉണക്കമീനിൻ്റെ തെരണ്ടി മീനിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ, പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ചാറുമുണ്ട്, നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് ഈ ശകലയുടെ പരിപാടിയുണ്ട്. തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കണം, കറിവേപ്പില കൂടി ഇടണം, എന്നിട്ട് മൂടി വെക്കുക. അപ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി അങ്ങോട്ട് ഇടുക. അതുകൂടി അങ്ങ് ഇടുക. എന്നിട്ട് അവനെ അങ്ങോട്ട് മൂടി വെക്കണം. കറിവേപ്പില ഇച്ചിരി 2 ദിവസം ആയതാണ്. അപ്പം ചെറിയ ഉണക്കൊക്കെ തട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കറി ഉഷാറായിട്ടുണ്ട്. ഇല്ല മൂടി വെക്കുക. പൊടി ചെയ്യുന്നുണ്ട്. തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കറി, ഉണക്കമീൻ